കൂറ്റനാട് എളവാതുക്കൽ ക്ഷേത്രത്തിലെ പൂരമഹോത്സവം പ്രൗഢഗംഭീരമായ പരിപാടികളോടെ നാളെ ആഘോഷിക്കും. കാലത്ത് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, വാകച്ചാർത്ത്, അഭിഷേകം എന്നിവ നടക്കും. 10 മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ പഞ്ചാരിമേളം, 11 ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് 4 ക്ഷേത്ര പരിസരത്തു നിന്നും ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. തുടർന്ന് പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ പൂരം വരവ് ക്ഷേത്രത്തിലെത്തും. തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ഉൾപ്പെടെയുള്ള ഗജവീരന്മാർ പൂരം വരവിനെ ആവേശത്തിലാഴ്ത്തും. വാദ്യമേളങ്ങൾ, പഞ്ചവാദ്യം, കരിങ്കാളി, കാവടി, തകിൽ കാവടി, നാദസ്വരം തുടങ്ങിയവ പ്രാദേശിക പൂരം വരവിനെ വർണ്ണാഭമാക്കും. 7 മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം അതിഗംഭീര കരിമരുന്ന് പ്രയോഗം, 9 മണിക്ക് നാടകം എന്നിവയ്ക്ക് ശേഷം പുലർച്ചെ 1 മണിക്ക് 1000 തിരിയോടുകൂടി ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ്, തുടർന്ന് പ്രാദേശിക പൂരം വരവ് എന്നിവയ്ക്ക് ശേഷം പൂരം മഹോത്സവത്തിന് പുലർച്ചെ 5:30 കൊടിയിറങ്ങും. ഇതിന്റെ ഭാഗമായി ആനകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. പൂരത്തോടനുബന്ധിച്ച് നമ്മൾ കൂത്തുകൂറട്ട മുതൽക്ക് 13-ാം തീയതി മുതൽക്ക് 19-ാം തീയതി വരെ, 20-ാം തീയതിയാണ് പൂരം. 19-ാം തീയതി വരെ എല്ലാ ദിവസവും 7 മണി മുതൽ 9 മണി വരെ വൈകുന്നേരം കലാപരിപാടികളുണ്ട്. കലാപരിപാടികൾ എന്ന് പ്രത്യേകിച്ചാൽ പല ഭാഗത്തു നിന്നുള്ള പ്രഷറായിരുന്നു. അത് അവതരിപ്പിക്കാൻ ഒരു വേദി തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചാത്തന്നൂരിൽ നിന്ന് നമ്മളൊരു ടീമിനെ വിളിച്ചു. അതേമാതിരി കരവത്തൂരിൽ നിന്ന്, അങ്ങനെ മണിയം പെരുമ്പരത്ത് അടക്കം ആളുകൾ വന്ന് സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതൽ ആളുകൾ വന്നിരുന്നു. എന്താ വെച്ചാൽ കൂട്ടായ്മ, ഭയങ്കര കൂട്ടായ്മയാണ്. ആളുകൾ വന്ന് ഒന്നിച്ചിരിക്കലും കാണലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക. അപ്പോൾ ഒരു വളരെയധികം അടുപ്പുണ്ടാക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഈ കലാപരിപാടികൾ. അതാണ് ഒരു പ്രത്യേകത. പിന്നെ പൂരം വരവ് 13 കമ്മിറ്റികളാണ്. 13 കമ്മിറ്റികളിൽ നിന്നും വളരെ അച്ചടക്കത്തോടു കൂടി വരാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പോലീസൊക്കെ വന്ന് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കരിങ്കാളിൻ്റെ ആനപ്പൂരം, മേളം, ചെണ്ടമേളം, തകില്, കാവടി, അങ്ങനെ പല ഐറ്റംസും 13 ഐറ്റംസും ഇവിടെ കറക്റ്റ് സമയത്തിന് അവസാനിപ്പിക്കും. 8:30 വെടിക്കെട്ട്. 8:30 കൂടിയിട്ട് എല്ലാ കമ്മിറ്റിക്കാരും വന്ന് പോയി 8:30 വെടിക്കെട്ടോടു കൂടി രാത്രി പൂരം തീരുകയാണ്. പിന്നെ രാത്രി പൂരങ്ങൾ വേറെ, ദേവസ്വത്തിൻ്റെ പൂരങ്ങളും പൂരം. ഇത് എളവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശമാണ്. നാളെയാണ് ഇവിടുത്തെ ഗംഭീരമായ പൂരം. കഴിഞ്ഞ 13-ാം തീയതി കൂത്തുകൂറയിട്ടു 7 ദിവസമായിട്ട് ഇപ്പോൾ ഇന്നും കൂടിയുണ്ട്. വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ 7 മണി മുതൽ 10 മണി വരെ നടക്കുന്നുണ്ട്. ഗംഭീര അന്നദാനവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ വളരെ സുഗമമായിട്ട് വളരെ ഗംഭീരമാണ്. 13 കമ്മിറ്റികളുമായി ചേർന്നുള്ള ഭയങ്കരമായൊരു ഉത്സവമാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. കച്ചവടക്കാരെല്ലാം വന്നു തുടങ്ങി. അതുകൂടാതെ 8:30 നല്ല ഗംഭീരമായ വെടിക്കെട്ടുണ്ട്. ഈ വർഷത്തെ പൂരം എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ വളരെ ഗംഭീരമായിട്ടും മനോഹരമായിട്ട് നടത്താൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ്. കാഴ്ചയുടെ കരുതലുമായി കൂറ്റനാട് അലീന കണ്ണടകൾ. നിങ്ങളുടെ കണ്ണുകൾക്ക് ഇനി മികച്ച സുരക്ഷയും കൃത്യമായ പരിചരണവും നൽകാൻ കൂറ്റനാട് ടൗണിൽ തൃത്താല റോഡിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്നു അലീന കണ്ണടകൾ.